ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലത്തെ പണിയെല്ലാം തീർത്ത് മോളെ പതുക്കെ കൊണ്ടുവിട്ട് വരാമെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. പിന്നെ പോയി വന്നിട്ട് എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയായിരുന്നു, അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മാഗി ഉണ്ടാക്കി. ഇന്ന് വീട് കയറാൻ പോകാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വൈകിട്ട് പോയാൽ മതി ഇലക്ഷൻ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ലോക്കൽ സെക്രട്ടറി വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്നു, അപ്പോൾ അതിൻ്റെ നാമനിർദ്ദേശം ക്യാൻസൽ ചെയ്യേണ്ട ഡേറ്റാണ് ഇന്ന്. അപ്പോൾ പെട്ടെന്ന് വാ, അത് ക്യാൻസൽ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ പിന്നെ റെഡിയായി അവിടേക്ക് പോയി, അത് ക്യാൻസൽ ചെയ്തു, തിരിച്ച് വന്നു, വീട്ടിലോട്ട് വന്നു. അപ്പോൾ ചോറും കറിയും മാത്രമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് തോരൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ? ഇതില്ലേ ചെറുപയർ അതിൻ്റെയാണ് കേട്ടോ, അതിൻ്റെ ഇലയാണിത്, ചെറുപയർ മുളപ്പിച്ചതിൻ്റെ. അതും കുറച്ച് ചീരയും കൂടി എടുത്തിട്ട് തോരനൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് പോകണം, വൈകിട്ട് ഇലക്ഷൻ വർക്കും ഒക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടിന്യൂസ്ലി ഓരോ സ്ക്വാഡും ഇറങ്ങുന്നത് കൊണ്ടേ ക്ഷീണം ആവുമെന്ന് കരുതിയിട്ട് റെസ്റ്റ് തരും ഇടയ്ക്ക്. അപ്പോൾ പിന്നെ വൈകിട്ടായപ്പോൾ മോളെ കൂട്ടിയിട്ട് വന്നു. ആൾ വന്നപ്പോൾ തന്നെ അച്ഛമ്മേൻ്റെ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് കളിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ കിൻഡർ ജോയ് കൊണ്ടുവന്നത്. അറിയാമല്ലോ, എനിക്കല്ല, മോക്കാണ്. അപ്പോൾ ഞാനത് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സാധനം കുത്തി തുറന്ന് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ പണി. അപ്പം അതൊക്കെ റെഡിയാക്കി കൊടുത്ത് കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ടിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, കാണാൻ ഭയങ്കര രസമായത് കാരണം ഒരു കുഞ്ഞി ബോക്സ് നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോളെ കൂടെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന് പോസ്റ്റർ ഒട്ടിക്കൽ അങ്ങനത്തെ പരിപാടികളുണ്ട്, അപ്പോൾ ഇന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്കൊരു കൊറിയർ വരാനുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോയി. സന്ധ്യയ്ക്കാണ് വന്നത്. അപ്പോൾ ഞാൻ കരുതി ഒരു ചായ ഇട്ട് കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആ വഴിക്ക് തന്നെ കടയിൽ പോയിട്ട് കുറച്ച് മിക്സ്ചറൊക്കെ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇതൊന്ന് തുറന്ന് നോക്കണമല്ലോ. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടേബിൾ കവർ മോർ ദാൻ 1 ഇയർ ആയിട്ടുണ്ട്. അതും മീഷോന്ന് തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വാങ്ങിയതും മീഷോന്ന് തന്നെയായിരുന്നു. 159 രൂപയ്ക്ക് വാങ്ങിയതാണ്. മുൻപൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാതിരുന്നതാണ്. ഞാൻ വേറൊരു ടേബിൾ കവർ കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഹോളിലൊരു ടേബിളുണ്ട്, അപ്പോൾ അതിൽ സ്ക്വയർ ടൈപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റൂമിലോട്ട് അതേ ഡിസൈൻ വാങ്ങാതെ വേറെ വാങ്ങാമെന്ന് കരുതിയിട്ട് വേറെ വാങ്ങിയതാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഓൾറെഡി എനിക്ക് ബ്ലൂ എല്ലാ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ എനിക്കിഷ്ടമാണ്. പിന്നെ ഇതൊരു സിമ്പിൾ ഡിസൈനൊക്കെ ആയത് കാരണം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ മോള് പുറകെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ പുറകെ തന്നെ നടക്കും. അപ്പോൾ ആൾ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ആളെ ഒന്ന് റെഡിയാക്കണം, മേലൊക്കെ കഴുകിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് രാത്രിയിലെ നൈറ്റ് റൊട്ടീൻ ഒക്കെ നോക്കണം. കുറച്ച് നേരം ഇരുന്ന് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുക വെച്ചാൽ ഭയങ്കര പഠിപ്പിക്കലൊന്നുമില്ല, ABCD അതും ഇതൊക്കെയാണ്. അങ്ങനെ പിന്നെ കൊണ്ടുവന്ന മിക്സ്ചർ അവിടെ വെച്ചു എന്നല്ലാതെ ചായ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വന്നിട്ട് കടുപ്പത്തിലൊരു കട്ടൻ അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ ഒരു ഭംഗിക്കൊരു ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സ്ചർ ഒറ്റയ്ക്കായി പോകാൻ പാടില്ലല്ലോ, അപ്പോൾ അത് കാരണം അതെടുത്തു. പിന്നെ നൈറ്റ് പത്തിരിയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഏട്ടൻ പറഞ്ഞു ഏട്ടന് നൂൽ പൊറോട്ട വേണമെന്നും. അങ്ങനെ നൂൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അവിടെ കിടന്നുറങ്ങി. അടുത്ത വീഡിയോ കാണാം, ബൈ.